PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മളൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് മൃഗങ്ങളുടെ പേരുകളാണ് നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് മൃഗങ്ങളുടെ പേരുകളാണ് എഴുതിയിട്ടുള്ളത്. പശു അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ വീഡിയോകളിലൊക്കെ കാണപ്പെടുന്നതാണ് പശു. പശുവിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? കൗ എന്നാണ് പറയുക അല്ലേ, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ഗായ് എന്നാണ് പറയുന്നത്. ഓക്കെ, പശുവിന് എന്താണ് പറയുന്നത്? ഇംഗ്ലീഷിൽ കൗ, ഹിന്ദിയിൽ ഗായ്. ഗായ് എന്ന് പറഞ്ഞാൽ പശു എന്നുള്ളതാണ് അർത്ഥം. ദെൻ എരുമ. എരുമ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ബഫല്ലോ. കുറേ പേർക്കൊക്കെ ഈ ബുള്ള്, അതുപോലെ ബഫല്ലോ, കൗ ഇതെല്ലാം കൂടെ മാറിപ്പോകും അല്ലേ. പശു എന്ന് പറയുന്നതിന് കൗ ആണ്. എരുമ, എരുമയ്ക്ക് പറയുന്നതാണ് ബഫല്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഹിന്ദിയിൽ ഭൈംസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഭൈംസ്. ഓക്കെ, ഭൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എരുമ. ഓക്കെ, ബഫല്ലോ, ഭൈംസ്. കിട്ടിയോ? അടുത്ത നോക്കാം. ആട്. ആടിന് എന്താണ് പറയുന്നത്? ഗോട്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഇംഗ്ലീഷിൽ ഗോട്ട് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ബക്കരി. ഓക്കെ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ബക്കരി, ആട്. ഓക്കെ, ബക്കരി. അടുത്ത നോക്കുക. കാള. കാള ദ ബുള്ളാണ് കേട്ടോ. ബുള്ളാണ് കാള. ബഫലോ എരുമയാണ്. ദ ബുള്ളാണ് എന്ത്? കാള. ഓക്കെ, ഹിന്ദിയിൽ ബൈൽ എന്നാണ് പറയുക. കാളയ്ക്ക് എന്താണ് പറയുന്നത്? ബൈൽ. ബൈലാണ് കാള എന്ന് പറയുന്നത്. അടുത്തത് പൂച്ച. ഓക്കെ, പൂച്ച ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. പൂച്ചയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ക്യാറ്റ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന പേരുകളാണ്. ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ബില്ലി എന്നാണ് പറയുന്നത് അല്ലേ. പൂച്ചയ്ക്ക് എന്താണ് പറയുന്നത്? ബില്ലി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം അറിയുന്നവരാണ് കേട്ടോ. ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചു പോവാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കുക. പശു. പശുവിന് എന്താണ് പറയുന്നത്? ഇംഗ്ലീഷിൽ കൗ എന്ന് പറയും, ഹിന്ദിയിൽ ഗായ് എന്ന് പറയും. എരുമ. എരുമയ്ക്ക് ബഫല്ലോ, ഭൈംസ് എന്ന് പറയും. ആട്. ഓക്കെ, ആട് ഗോട്ടാണ്. ഹിന്ദിയിൽ ബക്കരി എന്ന് പറയും. കാള. കാളയ്ക്ക് ദ ബുള്ളാണ്. ഓക്കെ, ഹിന്ദിയിൽ ബൈൽ എന്ന് പറയും. പൂച്ച. പൂച്ചയ്ക്ക് എന്താണ്? ക്യാറ്റ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്താ പറയുന്നത്? ബില്ലി എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കുക. പട്ടി. പട്ടിക്ക് എന്താണ് പറയുന്നത്? എല്ലാവർക്കും അറിയാം അല്ലേ. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഡോഗ് എന്നാണ് പറയുന്നത് അല്ലേ. ഡോഗ്. ഹിന്ദിയിൽ കുത്ത. ഓക്കെ, കുത്ത എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പട്ടി, ഡോഗ്, കുത്ത. അടുത്തത് ചെമ്മരിയാട്. ചെമ്മരിയാട് എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഷീപ്പ് എന്നാണ് പറയുക അല്ലേ. ചെമ്മരിയാടിന് ഷീപ്പ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഭേഡാണ് കേട്ടോ. ഭേഡ്. ചെമ്മരിയാടിന് എന്താണ് പറയുന്നത്? ഭേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചെമ്മരിയാട്, ഷീപ്പ്, ഭേഡ്. അടുത്തത് കുതിര. കുതിരയ്ക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ ഹോസ് എന്നാണ് പറയുന്നത് അല്ലേ. ഹോസ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഘോഡ. എന്താണ്? ഘോഡ. ചെമ്മരിയാടിന് ഭേഡ് എന്നാണ് പറയുന്നത്. കുതിരയ്ക്ക് എന്താണ് പറയുന്നത്? ഘോഡ എന്നാണ് പറയുന്നത്. ഓക്കെ, കുതിര, ഹോസ്, ഘോഡ. അടുത്തത് മുയൽ. മുയലിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? റാബിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. റാബിറ്റ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഖർഗോഷ് ആണ് കേട്ടോ. ഖർഗോഷ്. മുയൽ, റാബിറ്റ്, ഖർഗോഷ്. ഓക്കെ, അടുത്തത് ഒട്ടകം. ഒട്ടകത്തെ പറയുന്നത് എന്താണ്? ക്യാമൽ ആണ് അല്ലേ. ക്യാമൽ. ഊണ്ട്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ഊണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഒട്ടകത്തെ എന്താണ്? ഊണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത കഴുത. കഴുതയ്ക്ക് പറയുന്നത് എന്താണ്? ഡോങ്കി അല്ലേ. ഇംഗ്ലീഷിൽ ഡോങ്കി എന്നാണ് എല്ലാവർക്കും അറിയാം. ഹിന്ദിയിൽ ഗദ്ദ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? ഗദ്ദ എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കിയാലോ. പട്ടി, ഡോഗ്, കുത്ത. ചെമ്മരിയാട്, ഷീപ്പ്, ഭേഡ്. കുതിര, ഹോഴ്സ്, ഘോഡ. മുയൽ, റാബിറ്റ്, ഖർഗോഷ്. ഒട്ടകം, ക്യാമൽ, ഊണ്ട്. കഴുത, ഡോങ്കി, ഗദ്ദ. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രം, അറിയാത്ത മൃഗങ്ങളുടെ പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ ഒരുമിച്ച് പഠിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സെക്ഷൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പ്രൊനൗൺ പഠിച്ചു, അതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചു, അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇടുവാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് ആവശ്യം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വേർഡ്സ് ആയിട്ടും സെൻറ്റൻസ് ആയിട്ടും ഇങ്ങനെ പഠിച്ചു പോകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൽ ഇനി എന്താണ് ആവശ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രീതിക്ക് അനുസരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൽ തന്നെ എന്താണ് ഇനി എടുത്ത് തരേണ്ടത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം, ആന. ആനയ്ക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം, എലിഫന്റ് എന്നാണ് പറയുക അല്ലേ? ആനയ്ക്ക് എലിഫന്റ് എന്നാണ് പറയുക. ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ഹാത്തി. ഓക്കെ, എന്താണ്? ഹാത്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആന, എലിഫന്റ്, ഹാത്തി. കിട്ടിയോ? അടുത്തത് പന്നി. പന്നിക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ പിഗ് എന്നാണ് പറയുന്നത് അല്ലേ? പിഗ്, PIG, പിഗ് ആണ് പന്നി. ഹിന്ദിയിൽ സുവർ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? സുവർ. എഴുതിക്ക് നോക്കുക, സു ആ ആണ് കേട്ടോ, സുവർ. ഓക്കെ, എന്താണ് പന്നിക്ക് പറയുന്നത്? സ്വർ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് സിംഹം. സിംഹത്തിന് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷിൽ എന്താണ്? ദ ലയൺ എന്നാണ് പറയുന്നത് അല്ലേ? ദ ലയൺ എന്നാണ് പറയുന്നത്. ഹിന്ദിക്ക് പറയുന്നത് എന്താണ്? ഷേർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഷേർ. സിംഹത്തിന് എന്താണ് പറയുന്നത്? ഹിന്ദിയിൽ ഷേർ എന്നാണ് പറയുന്നത്. അടുത്തത് കടുവ. കടുവ ദി ടൈഗർ. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഇംഗ്ലീഷിൽ ദി ടൈഗർ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ബാഘ് ആണ് കേട്ടോ, ബാഘ്. കടുവയ്ക്ക് എന്താണ് പറയുന്നത്? ബാഘ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കടുവ, ദി ടൈഗർ, ബാഘ്. ഓക്കെ, അടുത്തത് കുരങ്ങ്. കുരങ്ങ് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം, മങ്കി എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ബന്ദർ. ഓക്കെ, എന്താണ്? ബന്ദറാണ്. കുരങ്ങിന് എന്താണ് പറയുന്നത്? ബന്ദർ. അപ്പോൾ കുരങ്ങ്, മങ്കി, ബന്ദർ. ഓക്കെ, അടുത്തത് കരടി. കരടിക്ക് പറയുന്നത് എന്താണ്? ബിയർ എന്നാണ് പറയുന്നത് അല്ലേ? ഇംഗ്ലീഷിൽ ബിയർ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഭാലു. എന്താണ് കരടിക്ക് പറയുന്നത്? ഭാലു. കിട്ടിയോ? ഒന്നുകൂടെ നോക്കാം. ആന, എലിഫന്റ്, ഹാത്തി. പന്നി, പിഗ്, സുവർ. സിംഹം, ദി ലയൺ, ഷേർ. കടുവ, ദി ടൈഗർ, ബാഘ്. കുരങ്ങ്, മങ്കി, ബന്ദർ. കരടി, ബിയർ, ഭാലു. അടുത്തത് നോക്കുക, മാൻ. മാനിന് എന്താണ് പറയുന്നത്? ഇംഗ്ലീഷിൽ ഡീർ എന്നാണ് പറയുന്നത് അല്ലേ? ഡീർ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഹിരൺ. മാനിന് എന്താണ് പറയുന്നത്? ഹിരൺ. ഓക്കെ, മാൻ, ഡീർ, ഹിരൺ. കിട്ടിയോ? അടുത്തത് കണ്ടാമൃഗം. കണ്ടാമൃഗത്തെ എന്താണ് പറയുന്നത്? റൈനോസിറോസ് എന്നാണ് പറയുന്നത് അല്ലേ? റൈനോസിറോസ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഗേണ്ട. എന്താണ്? ഗേണ്ട എന്നുള്ളതാണ് കേട്ടോ കണ്ടാമൃഗം. റൈനോസിറോസ്, ഗേണ്ട. അടുത്തത് കുറുക്കൻ. കുറുക്കനെ പറയുന്നത് എന്താണ്? ഫോക്സ് എന്നാണ് പറയുന്നത് അല്ലേ? ഇംഗ്ലീഷിൽ ഫോക്സ് ആണ് കുറുക്കൻ. ഹിന്ദിയിൽ സിയാർ. എന്താണ് കുറുക്കനെ പറയുന്നത്? സിയാർ. ഓക്കെ, കുറുക്കൻ, ഫോക്സ്, സിയാർ. കിട്ടിയോ? അടുത്തത് പുള്ളിപ്പുലി. പുള്ളിപ്പുലിക്ക് പറയുന്നത് എന്താണ്? ലിയോപാർഡ് ആണ് അല്ലേ? ഓക്കെ, നമ്മൾ ടൈഗർ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? കടുവേനെ ടൈഗർ ആണ്. പുള്ളിപ്പുലി വ്യത്യാസമുണ്ട്. പുള്ളിപ്പുലിക്ക് പറയുന്നത് എന്താണ്? ലിയോപാർഡ് എന്നാണ് പറയുന്നത്. ചീറ്റ. ഹിന്ദിയിൽ എന്താണ്? ചീറ്റ എന്നാണ് പറയുന്നത് കേട്ടോ. പുള്ളിപ്പുലി, ലിയോപാർഡ്, ചീറ്റ. കീരി. കീരിക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ മങ്കൂസ് ആണ്. ഓക്കെ, മങ്കൂസ് ആണ് കീരി. ഹിന്ദിയിൽ നേവ്ല. എന്താണ്? നേവ്ല. ഓക്കെ, കീരി, മങ്കൂസ്, നേവ്ല. കിട്ടിയോ? ഒന്നുകൂടെ നോക്കാം. മാൻ, ഡിയർ, ഹിരൺ. ഓക്കെ, കണ്ടാമൃഗം, റൈനോസിറോസ്, ഗേണ്ട. കുറുക്കൻ, ഫോക്സ്, സിയാർ. പുള്ളിപ്പുലി, ലിയോപാർഡ്, ചീറ്റ. കീരി, മങ്കൂസ്, നേവ്ല. അടുത്തത് നോക്കാം, നീർക്കുതിര. നീർക്കുതിര എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ടർ ഹോസ് എന്നാണ്. നീർക്കുതിര, വാട്ടർ ഹോസ്. ഹിന്ദിയിൽ ദരിയായി ഘോഡ. ഘോഡ എന്ന് വെച്ചാൽ കുതിരയാണ്. വാട്ടർ ഹോസ്, നീർക്കുതിര എന്നുള്ളതിന് ദരിയായി ഘോഡ. ഓക്കെ, നീർക്കുതിര, വാട്ടർ ഹോസ്, ദരിയായി ഘോഡ. ചെന്നായ. ചെന്നായിക്ക് പറയുന്നത് എന്താണ്? ദ വൂൾഫ് എന്നാണ് പറയുന്നത് അല്ലേ? ദ വൂൾഫ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഭേഡിയ. എന്താണ്? ഭേഡിയ. ഓക്കെ, ചെന്നായ, ദ വൂൾഫ്, ഭേഡിയ.
കങ്കാരു, കങ്കാരുവിനെ കങ്കാരു എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ, കങ്കാരുവിനെ. അതുപോലെ തന്നെ ജിറാഫ്, ജിറാഫിനെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ജിറാഫ് തന്നെയാണ്. കങ്കാരു അതുപോലെ തന്നെയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കങ്കാരു തന്നെയാണ്. അതേപോലെ തന്നെ സീബ്ര, സീബ്രയ്ക്കും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം എന്ത് തന്നെയാണ്? സീബ്ര തന്നെയാണ്. അത് മൂന്നും സെയിം തന്നെയാണ്, അതുകൊണ്ട് പഠിച്ചേക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഓർത്ത് ചെയ്താൽ മതി. കങ്കാരു, കങ്കാരു ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കങ്കാരു, ജിറാഫ് അതുപോലെ തന്നെ സീബ്ര, ഇതെല്ലാം എന്താണ്? ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് മുള്ളൻ പന്നി. മുള്ളൻ പന്നി ഹെഡ്ജ് ഹോഗ് പിഗ്. എന്താണ് പറയുന്നത്? മുള്ളൻ പന്നിക്ക് ഹെഡ്ജ് ഹോഗ് പിഗ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ഷാഹി എന്നാണ്, ഷാഹി. ഓക്കെ, അടുത്തത് മുതല. മുതലേനെ പറയുന്നത് എന്താണ്? ക്രോക്കോഡൈൽ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ക്രോക്കോഡൈൽ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്താണ്? മഗർ എന്നാണ് പറയുന്നത്. എന്താണ്? മഗർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. നീർക്കുതിര, വാട്ടർ ഹോസ്, ദരിയായി ഘോഡ, ചെന്നായ, ദ വൂൾഫ്, ഭേഡിയ, കങ്കാരു. നമ്മൾ പറഞ്ഞു കങ്കാരു, ജിറാഫ്, സീബ്ര, ഇതിന് മൂന്നിനും ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം ഒന്ന് തന്നെയാണ്. ദെൻ മുള്ളൻ പന്നി, ഹെഡ്ജ് ഹോഗ് പിഗ്, ഷാഹി, മുതല, ക്രോക്കഡൈൽ, മഗർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ മൃഗങ്ങളുടെയും പേരുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാവുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക്